അസ്സലാമു അലൈക്കും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കീശ്ശേരിയിലെ ഒരു ഓട്ടോ ഡ്രൈവർ ഫിറ്റ്നസ് മെഷീൻസിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഞാനായിട്ട് വാർത്തയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ അത് നിഷേധിക്കാണ്ടായ കാരണം പറയുന്നത് ഓട്ടോറിക്ഷയിൽ രൂപമാറ്റം വരുത്തി എന്നാണ് പറയുന്നത്. ആ രൂപമാറ്റം എന്താണ് വരുത്തി എന്നുള്ളത് ആ ആളെന്നെ വീഡിയോ വിടുന്നുണ്ട്. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് ആ സൈഡിൽ ആ കമ്പി, സാധാരണ ഒരു കമ്പി അവിടെ കാണും, ആ കമ്പി സ്റ്റീലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലാക്കിയ കാരണം കൊണ്ടാണല്ലോ അത് നിഷേധിച്ചില്ലത്. അത് ഏജൻറ്റ് മുഖാന്തരം പോയില്ല, ഡയറക്റ്റ് പോകാൻ ശ്രമിച്ച്. അതല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള കമ്മീഷന് ഏജൻറ്റ് മുഖാന്തരം പോകുമ്പോൾ കമ്മീഷൻ കിട്ടും, കമ്മീഷൻ കിട്ടിയില്ല എന്നുള്ള പേരിനാണ് നിഷേധിച്ചത് എന്നാണ് ആ മരണപ്പെട്ട വ്യക്തി ഫേസ്ബുക്കിലോ അറിയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഞാൻ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ പാസഞ്ചറായിട്ട് ഇരിക്കുന്ന 3 പേരേക്കാരം അല്ലേ പൊതുവെ. അതിൻ്റെ നേരെ സീറ്റിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു പലകൊക്കെ അടിച്ചു വെച്ചിട്ട് അതിലിതേപോലെ 3 പേരോ അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരിക്കുന്ന ഇവിടെ കാണലുണ്ട്. ഇനി അത് വലിയ ഓട്ടോ, അതായത് ആപ്പ് ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഡോറ് തുറന്നു വെച്ചിട്ട് അവിടെയും ഒരു 3 പേരോ 4 പേരൊക്കെ കാല് താഴത്തേക്കും തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെയും കാണാറുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു അപകടമായിട്ട് അല്ലെങ്കിൽ ഒരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തടയാം. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് ഘടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫിറ്റ്നസ് നിഷേധിക്കുന്ന കാരണം എന്താണെന്ന് മനസ്സിലാണില്ല. അതിന് മുന്നേ പെയിൻറ്റ് അടിച്ചാൽ ശരിയില്ല എന്ന് പറഞ്ഞ പെയിൻറ്റ് അടിക്കാൻ പറഞ്ഞ കുട്ടിയല്ല, പിന്നെ പെയിൻറ്റിൽ ഡോട്ടും പുള്ളിക്കുത്തുണ്ട് എന്ന് പറഞ്ഞു. ആ ഡോട്ട് മാറ്റിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നിഷേധിക്കുകയെന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെ നിന്നും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഇതുണ്ടാവുമോ നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അത് അലൗഡാണ്, അവിടെ എന്തുകൊണ്ട് അലൗഡ് അല്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ ചിലർ രൂപമാറ്റം, ചിലർ ഓവറായിട്ട് വരുന്ന, ചിലർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടി പിന്നെ അതേപോലെ നമ്മളെ കടയിലൊക്കെ വരുന്ന ചില ആൾക്കാർ ചോദിക്കുന്ന, ആ കേരളത്തിലൊക്കെ പോകാതെ പോയ ആൾക്കാരുണ്ടാവില്ല, പുതുതായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ, അവരൊക്കെ ചിലർ ഏപ്പാ நான் தமிழ்நாட்டில் இருந்து ஃபுல்லாக அங்கெங்கெல்லாம் சுற்றுறதுக்கு இடமே கிடையாது. எல்லாம் இந்த வண்டியில் சுற்றி பார்த்து போயிட்டேன். ஆனால் உங்கள் ஊரில் போர்டர் தாண்டினா மட்டும் அந்த ஸ்டிக்கரு எடுக்க சொல்கிறாங்க, இந்த ஸ்டிக்கர் எடுக்க சொல்கிறாங்க. ஏன் நம்ம உங்கள் ஊரில் சுற்றாத இடமே கிடையாது, அங்கே போனால் மட்டும் ஏன் இப்படி എന്നൊക്കെ ചിലർ ചോദിക്കും. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നാട് മൊത്തം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്റ്റിക്കറിൻ്റെ പേരിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മളെ വോട്ടറാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും സ്റ്റിക്കർ ഒന്നുകിൽ ചീന്തിടാൻ പറയുമല്ലോ, അതല്ലെങ്കിൽ എൻ്റെ എക്സ്ട്രാ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിന് ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ പോകാത്ത സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങോട്ട് നിങ്ങളെ നാട്ടുകാരുടെ വോട്ടർ കേരളത്തിൽ വോട്ടറിന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ശരിയാന്ന് തോന്നിയിട്ടുണ്ട്. ചിലരിവിടെ വണ്ടിയിലൊക്കെ, അതായത് പ്രൈവറ്റ് വണ്ടിയിൽ ഇതേപോലെ നമ്മളെ ലോഡും വണ്ടിയൊക്കെ ഉണ്ട്, ലോറി അതേപോലെ പിക്കപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇനി ആൾഡർ ചെയ്യാൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പെയിൻറ്റിങ് ആയിട്ടും സ്റ്റിക്കറായിട്ടും അവരത് ഒരു രസമായിട്ട് കൊണ്ടെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ പറഞ്ഞയക്കുന്നില്ല. നമ്മളെ നാട്ടിൽ വരുമ്പോൾ മാത്രം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. ചിലർ പറയും ഇപ്പോൾ ലൈറ്റ് ഒരു സീൻ തന്നെയാണ്. സ്റ്റിക്കറിൻ്റെ ഒക്കെ അത് ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ എതിർവശത്ത് വരുന്ന ഡ്രൈവറെ ശ്രദ്ധ തിരിക്കും എന്നൊക്കെ പറയുന്നതാണ്. അതങ്ങനെയൊക്കെ ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ റോഡ് സൈഡിൽ ഇതേപോലെ പരസ്യ ബോർഡുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതേപോലെ ഇതേ കണക്കിൽ വരില്ലേ.
അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നമ്മളെ ശ്രദ്ധ തിരിയാൻ സാധ്യതയില്ല. എന്താണെന്ന് മനസ്സിലാണെന്ന് ഏതായാലും അങ്ങനെയൊക്കെ മരിക്കാനുള്ളൊരു തീരുമാനത്തിന് അത് അത്രയും ടോർച്ച് ചെയ്തിട്ടുള്ളത് 8-10 മാസമായിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സ്വന്തം നിലയിൽ ഫിറ്റ്നസ് ഇതിന് വേണ്ടി ശ്രമിച്ചിട്ട് അത് കിട്ടാത്തതിൻ്റെ പേരിൽ പിന്നെ ശരി വരുന്നിടത്ത് വെച്ച് കിട്ടിയതിന് ശേഷം അതിൻ്റെ ബാക്കി നോക്കാമെന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിൽ കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഏജൻറ്റ് മുഖാന്തരം പോയപ്പോൾ അത് നീ എവിടെ കൊടുത്തിട്ടും കാര്യമില്ല, നിൻ്റെ ഇതിലൊന്നും കിട്ടൂല, നിനക്ക് തരരുത് നല്ല കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏജൻറ്റുമാർ വരെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ആൾക്കാരും അതായത് ആളുടെ മനം മടുത്തിട്ടുണ്ടാവും. അത് ചിലർ പറയും ആ ഓട്ടോ തൊഴിൽ അല്ലെങ്കിൽ എന്നാൽ വേറെ തൊഴിൽ നോക്കിക്കൂടെ, വേറെ എന്തൊക്കെ ജോലികളും കാശ് കിട്ടുന്ന എന്തൊക്കെ വഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ചില സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഏത് തൊഴിലാണോ അവർ ചെറുപ്പം തൊട്ട് ശീലിച്ചില്ലല്ലേ അവർക്ക് അറിയുന്ന ആദ്യം തന്നെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ ഒരു റൂട്ടേ അറിയുള്ളൂ. അപ്പോൾ അതിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ 8 മാസം 10 മാസം ഒക്കെ ഒരാളങ്ങനെ ഇല്ലാതെ പിന്തുടരുന്നത് ഒരു നിലക്കും കൊടുക്കൂല, അല്ലെങ്കിൽ ഫിറ്റ്നസ് കൊടുക്കൂല, ഒരു നിലക്കും അതിനുള്ള സമ്മതിക്കൂല എന്ന് കാണുമ്പോൾ എന്താ പറയുക, മനുഷ്യന് എത്രത്തോളം വിഷമവും കാര്യങ്ങളും അതായത് മാനസിക സമ്മർദ്ദം എല്ലാം കൂടെ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഡ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് 1 മാസം ജോലി ഇല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. 1 മാസം വേണ്ട, അതിൻ്റെ ഇടയിൽ ഫിറ്റ്നസ് കിട്ടാതെ നടക്കുന്ന സമയത്ത് ആളുടെ ഒരു ജീവിത ഉപാധിയായിട്ടുള്ള ഓട്ടോറിക്ഷ റോട്ടിലിറക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ. അത് കാരണം ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ ആര് കാരണമാണോ അയാൾ മരിച്ചത്, ആൾക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇറങ്ങുമോയെന്നറിയില്ല. അങ്ങനെ ഞാൻ കാരണം ഒരാൾ മരിച്ചാൽ ഞാൻ കാരണം ഒരാൾ മരണപ്പെടുന്ന ഒരു ചിന്താഗതി വരേണ്ടതല്ല, വരുമോ സാധാരണക്കാരന് വരേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് ഇനി അതൊരു ശീലിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഇതുവരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി. ഇത് നാളെ ഇതൊരു അവസ്ഥ വേറെ ഒരാൾക്ക് വരാൻ പാടില്ലല്ലോ. അതായത് ഇപ്പോൾ ഇവിടെ വിജയ് സർക്കാർ വന്നിട്ട് കൈക്കൂലി കൊടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ വിജയ് പറഞ്ഞില്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് പറഞ്ഞില്ല, നിങ്ങളോട് ആരും കൈക്കൂലി ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒന്നെങ്കിൽ എൻ്റെ അണ്ണനാണ് വിജയ്, അല്ലെങ്കിൽ എൻ്റെ തമ്പിയാണ് വിജയ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണ് വിജയ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് ചലഞ്ച് ചെയ്തുകൊണ്ട് അതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ മുന്നേ ഇവിടെ വീട്ടിൽ സിലിണ്ടർ വരുന്ന സമയത്ത്, ഗ്യാസ് കൊണ്ടുവരുന്ന സമയത്ത് ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ അവർ കൊണ്ടുവരുന്നതിനൊരു ചാർജ്, അതായത് ഈ ബില്ലിൽ കാണിക്കാത്തൊരു ചാർജ് ഈടാക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ വീഡിയോസിലുണ്ട് തന്നെ ആൾ പറയുന്നത്, അതേ മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാമൂലായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിയിരുന്ന ആ കാശ് ഇപ്പോൾ അങ്ങോട്ട് കൊടുത്താലും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ. അതായത് അങ്ങോട്ട് കൊടുത്തിട്ട് വരെ വേണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പോകുന്നൊരവസ്ഥ. അത് ഈ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് വരെ അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കാലം അങ്ങനെ പോകുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും കൂടിയിട്ട് വിജയ് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് സാധാരണക്കാർക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സംഭവിച്ച മാതിരി വരാതിരിക്കാൻ, അതായത് ചിലർ കൊടുക്കാൻ കാശ് അങ്ങനെ എക്സ്ട്രാ കൊടുത്ത് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെത്തുന്ന അങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ വാങ്ങിച്ചോട്ടെ, അവർ കൊടുക്കുകയും ചെയ്തോട്ടെ. അത് കൊടുക്കില്ല, അത് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ എത്ര നടത്തിച്ച് ഇപ്പോൾ 8 മാസം 10 മാസം എന്നൊക്കെ പറഞ്ഞാൽ എത്ര സമയം, 1 വർഷത്തിൻ്റെ അടുത്തായില്ലേ. ഇത്രയും സമയം അങ്ങേർക്ക് ആ ഒരു ഓട്ടോറിക്ഷ, അതായത് എൻ്റെ അടുത്തൊരു ജോലി ഉണ്ട് അല്ലെങ്കിൽ ഒരു വാഹനം ഉണ്ട്, അത് റോട്ടിൽ നിന്ന് ഈ ഒരു കാരണം കൊണ്ട് ഇറക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഉള്ളൊരു വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് ഇങ്ങനത്തെ കാരണമൊക്കെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഈ സംഭവങ്ങളൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. എത്രയോ
കാര്യങ്ങൾ നമ്മളെ മുന്നിൽ കൂടെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് നമ്മളൊരു ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അത് എന്തുകൊണ്ട് നാളെ നമുക്ക് വന്നുവിടാം, അങ്ങനെ പറ്റൂല. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തൊരു ഉദ്യോഗസ്ഥർ സസ്പെൻഡോ ഡിസ്മിസോ ഒക്കെ കൊടുത്ത് ഒഴിവാക്കണം. അതൊരു നല്ല പ്രവണത അല്ല. എത്രയോ ആൾക്കാർ ഇതിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ അയാൾ ഗതി കെട്ടിട്ട്, അതായത് അത്രയും അയാളെ കൊണ്ട് തന്നെ പറ്റൂല എന്നുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ അയാളൊരു ജോലിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, വീട്ടുപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എത്രത്തോളം സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നൊരു വ്യക്തിയായിരിക്കണം. ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതല്ലേ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ. അയാൾ ഇങ്ങനെ എന്താ പറയുക, കറപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കൈക്കൂലി അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ്, ആ പ്രകാരം ഞാൻ പോയിട്ട് അങ്ങനെ നേടിയെടുക്കും, അല്ലെങ്കിൽ അങ്ങനെ മതി, അതിൽ എക്സ്ട്രാ കൊടുത്തിട്ട് എനിക്ക് ചെയ്യണ്ട എന്നുള്ളൊരു ഇത് വരുന്ന സമയത്ത് അതിന് നീ എക്സ്ട്രാ കൊടുത്ത് അല്ലെങ്കിൽ ഏജൻറ്റ് മുഖാന്തരം പോയാൽ പറ്റൂ, ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൊണ്ടല്ല ഇപ്പോൾ അയാളെ നിഷേധിച്ച്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കമ്മീഷണർ ഒരു ഇത് കൊടുത്തെന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ്. വണ്ടിയിൽ രൂപം മാറ്റം വരുത്തിയതാണ്. മനസ്സിലാണില്ല എന്താ രൂപം മാറ്റം വരുത്തിയത്. അത് മരിക്കുന്നതിന് മുന്നേ അതേ വ്യക്തി തന്നെ അത് വീഡിയോസ് ചെയ്ത് 2 ദിവസം മുന്നിട്ട് വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത്. അതിൽ കണ്ടിട്ട് നമുക്ക് ഒരു സാധാ ഒരു ഓട്ടോ ഫ്രണ്ടേജിൽ ഒരു സ്റ്റീലിൻ്റെ ഇത് എക്സ്ട്രാ ഘടിപ്പിച്ച്. ഇനി ആർക്കും ഇങ്ങനത്തെ പ്രയാസങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇനി ഇതേപോലെയുള്ള ആളുകൾ മരിക്കാനിടയാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.